കോതയാർ വെള്ളച്ചാട്ടമെന്നും കോടയാർ ടിൻഫോൾ എന്നും വിളിക്കുന്ന ഇരട്ടകളെ കാണാനുള്ള യാത്രയാണെന്ന്. തിരുവനന്തപുരത്ത് നിന്നും കോതയാറിലേക്ക് പോകുന്നവർക്ക് ഇരട്ട സന്തോഷം തരുന്ന റൂട്ടാണ് ഞാൻ പറയുന്നത്. അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് നെയ്യാറ്റിങ്കര താന്നിമൂട് വെള്ളറട എത്തി അവിടുന്ന് ചിറ്റാർ റോഡ് വഴി ചെക്ക് പോസ്റ്റും കടന്ന് കളിയിൽ വഴി പേച്ചിപ്പാറ ഡാമും കണ്ട് കോതയാർ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് 13 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇരട്ട വെള്ളച്ചാട്ടത്തിലെത്താം. ഇതിൻ്റെ ഇരട്ടിമതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിരാവിലെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നതെങ്കിൽ നെട്ടയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം കാണാം. മാത്രമല്ല കോതയാറിൽ നിന്നും ഇതേ വഴിയാണ് തിരിച്ചു വരുന്നതെങ്കിൽ നെട്ട വഴിയോര കടകളാൽ പേരുകേട്ടതാണ്. നെട്ടയിൽ നിന്ന് കോതയാറിലേക്കുള്ള യാത്രയിൽ അടുത്ത് പേച്ചിപ്പാറ ഡാമാണ്. 1986 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് ജലസേചനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഡാമാണിത്. ഡാം കണ്ട് വേണമെങ്കിൽ ഒരു ബോട്ട് സവാരിയും കഴിഞ്ഞ് വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് പോവാം. അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് ഇതേ വഴി വന്ന് ബോട്ട് സവാരി ചെയ്യാം. 500 രൂപയാണ് സവാരിക്ക് ഇവിടെ ഈടാക്കുന്ന ചാർജ്. ഈ കാണുന്ന പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറിൽ കൂടി ഒന്ന് കറക്കി കൊണ്ടുവരുന്നതാണ് ഈ യാത്ര. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോതയാർ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയാണ്. വെള്ളം അധികമാണെങ്കിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിലോ കോതയാറിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടാറില്ല. അതുകൊണ്ട് വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം യാത്ര പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ യാത്ര അത്ര എളുപ്പമാവില്ല. സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ കോതയാറിൽ നിന്ന് ടാക്സിയിലോ വല്ലതും യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. പേച്ചിപ്പാറ വാട്ടർഫോൾ കാണാനായിട്ട് ഒരു ഹാച്ച് ബാക്ക് വണ്ടിയുമായിട്ട് പോയിട്ടുള്ള എൻ്റെ ഊപ്പാട് വന്നു. അപ്പോൾ അതുകൊണ്ട് റോഡിനെ പറ്റി സൂചിപ്പിക്കാതിരിക്കാനാവില്ല. കോതയാർ ചെക്ക് പോസ്റ്റിൽ നിന്നും ട്വിൻ വാട്ടർഫോൾ വരെയുള്ള 13 കിലോമീറ്റർ റോഡെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കോമ്പാക്ട് SUV അല്ലെങ്കിൽ SUV ടൈപ്പ് വാഹനങ്ങളോ ആണ് സമാധാനമായ സുരക്ഷിതമായ യാത്രയ്ക്ക് നല്ലത്. പിന്നെ യാത്രയ്ക്ക് മുമ്പ് ആവശ്യത്തിന് ഇന്ധനവും ടയറിൻ്റെ കണ്ടീഷനും ഉറപ്പുവരുത്തേണ്ടതാണ്. ടിക്കറ്റ് എടുക്കാൻ ഫോറസ്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ തന്നെ അവിടുന്ന് കാണിച്ചു തരുന്ന ഒരു റൂട്ട് മാപ്പുണ്ട്. കാഴ്ചയിൽ ശങ്കരാടി കൈവെള്ളയിൽ കാണിച്ചു തരുന്ന ഒരു രേഖ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ഉപകാരപ്പെടും. രാവിലെ 9 മണി മുതൽ 3 മണി വരെയാണ് ഇതുവഴി കടത്തിവിടുന്ന സമയം. കോതയാർ വനത്തിലേക്ക് കയറുന്നതിനുള്ള ഫീസ് വലിയ ആൾക്കാർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20, കൂടാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് 20, കാറിലാണ് യാത്രയെങ്കിൽ 50 രൂപ ടിക്കറ്റുമാണ് നിരക്ക്. യാത്ര കുറച്ച് ദുർഘടമാണെങ്കിലും ട്വിൻ വാട്ടർഫോൾസ് എത്തുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത, പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലും ഒരു വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നെങ്കിലും പേടിക്കൊന്നും വേണ്ട. ചെറിയ കടകളൊക്കെ ഉണ്ടാവും. അവിടെ വിഭവസമൃദ്ധമായ ആഹാരം ഇല്ലെങ്കിലും വിശപ്പ് മാറ്റാനുള്ളതൊക്കെ കിട്ടും. ഈ കാണുന്ന മോതിരമലൈ വാട്ടർഫോളാണ്. വെള്ളം വളരെ കുറവാണെങ്കിലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ട്വിൻ വാട്ടർഫോൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് കണ്ട വെള്ളച്ചാട്ടമാണിത്. വളരെ ചെറുതാണെങ്കിലും ശാന്തസുന്ദരമായ ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം. അങ്ങനെ ശങ്കരാടിയുടെ കൈരേഖയുടെ അവസാന ഭാഗമെത്തി. ഇവിടെയാണ് ട്വിൻ വാട്ടർഫോൾ. റേഷൻ കട പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ കെട്ടിടവും കുറച്ച് ബാരലും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വാഹനം നിർത്തിയിട്ട് ഇടത്തോട്ട് കാണുന്ന ഈ വഴി ഒരു 3 മിനിറ്റ് നടന്നാൽ എത്താവുന്ന ദൂരമേ ട്വിൻ വാട്ടർഫോളിലേക്കുള്ളൂ.
വീക്കെൻഡിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതല്ല ഇടദിവസങ്ങളിലാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എവിടെ നിർത്തണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന റേഷൻ കട പോലെ ഉള്ള ഈ സ്ഥലത്തുനിന്ന് ഇടതുവശത്തേക്കുള്ള കല്ല് നിറഞ്ഞ പാതയിലൂടെ നമ്മൾ നടക്കുമ്പം ഈ വഴി രണ്ടായിട്ട് പിരിയുന്നത് കാണാം. ആ വഴിയിൽ നിന്ന് വലത്തോട്ടൊരല്പം നടന്നാൽ വെള്ളച്ചാട്ടത്തിലെത്തി. വളരെ സേഫാണ്, വെള്ളത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. പിടിച്ചു നിൽക്കാനുള്ള കൈവരികളൊക്കെ ഉണ്ട്. ആസ്വദിച്ച് കുളിച്ച് തിരിച്ചു പോരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.